നിൽക്കുന്നത് തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷനിലാണ്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം, ഇതാണ് പുതുതായി പണിതിരിക്കുന്ന കായിക ഭവൻ. അത് കായിക വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പണിതിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മാതൃകാ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ 7 നിലകളിലായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. നമുക്ക് കാണാം വിവിധ സ്പോർട്സ് ഐറ്റംസിന്റെ ഒക്കെ ഇങ്ങനെ മാതൃകയൊക്കെ തയ്യാറാക്കി നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട് പുല്ലൊക്കെ പിടിപ്പിച്ച ഒരു അടിപൊളി ബിൽഡിംഗ്, അത്യാധുനിക രീതിയിൽ പണിതിരിക്കുന്ന ഒരു നല്ല ബിൽഡിങ്ങിന്റെ ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും ഇതിന്റെ ഉദ്ഘാടനമാണ്. നമുക്ക് കാണാം 2026 മാർച്ച് 11 ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നു. മാർച്ച് 11 ഇന്നാണ് രാവിലെ 11 മണിക്കാണ് ഈ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന കെട്ടിടത്തിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ആ കെട്ടിടം എന്ന് പറയുന്നത്. അവിടെ പണി നടക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം, ഗ്ലാസ് ഒന്നും ഇട്ട് തീർന്നിട്ടില്ല. ഇപ്പം ഇനി ഒരു 1/4 മണിക്കൂറും കൂടെ ഉള്ളൂ ഉദ്ഘാടനത്തിന്. അതിനിടയ്ക്ക് ഗ്ലാസ് ഒക്കെ വെക്കുന്ന ഒരു അത്യാധുനിക തരത്തിലുള്ള പണിയാണ് ഇവിടെ നടന്നു വരുന്നത്. ഇനി അകത്തേക്ക് പോകാം. ഈ ബിൽഡിങ്ങിന്റെ പുറം മാത്രമേ ഉള്ളൂ. ഇവിടെ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് കേരള സർക്കാർ കായിക ഭവൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അകത്തേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ റെഡ് കാർപ്പറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ചെയറും പിന്നെ സ്റ്റേജും ഒക്കെ റെഡിയാണ്. സ്റ്റേജിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രാജകീയമായ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. സ്പീക്കറും മൈക്കും ഒക്കെ സെറ്റാണ്. ഇവിടെ ശിലാഫലകമുണ്ട്. ശിലാഫലകത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വി അബ്ദുൾ റഹ്മാൻ മിനിസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ 2 മന്ത്രിമാർ, മന്ത്രി വി ശിവൻകുട്ടിയും GR അനിലും ഒക്കെ ഉണ്ട്. അങ്ങനെ വലിയ ആഘോഷപരമായ പിന്നെ ഉദ്ഘാടന പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ബിൽഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പണിയൊന്നും തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഫാനില്ല, ലൈറ്റില്ല, പെയിൻ്റ് അടിച്ചിട്ടില്ല, മറ്റ് അകത്തെ പണി ഒന്നും, ഇൻറ്റീരിയർ വർക്ക് ഒന്നും തീർന്നിട്ടില്ല. സ്ട്രക്ചറൽ വർക്കുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ തീർന്നിട്ടുള്ളത്. നമുക്ക് ആ സൈഡിലേക്കൊക്കെ നോക്കിയാൽ കാണാം, ഈ ഇതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുള്ള പലകകൾ പോലും ഇപ്പോഴും പലതും ഇളക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ 1ാം ഘട്ട ഉദ്ഘാടനമാണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. ഇത് 3 ഘട്ടമായിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ 1ാം ഘട്ട ഉദ്ഘാടനമാണ്. 1ാം ഘട്ടം എന്ന് പറയുന്നത് ഗ്രൗണ്ടും 2 ഫ്ലോറുകളും അങ്ങനെ മൊത്തം 3 നിലകൾ പണിയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ നിലയിൽ അവരുടെ പണിയൊന്നും തീർന്നില്ല. പോട്ടെ, നമുക്ക് മുകളിലത്തെ നില 1ാമത്തെ നിലയിൽ പോയി നോക്കാം. അവിടുത്തെ പണി എന്തായി എന്നൊന്ന് നോക്കാം. സ്റ്റെപ്പ് കയറി വരണം. നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ബിൽഡിംഗ് ഇപ്പോൾ ഉദ്ഘാടനം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തനം തുടങ്ങുമല്ലോ. അപ്പോൾ സ്റ്റെപ്പൊക്കെ ഉണ്ട്. വലിയ വിശാലമായ സ്റ്റെപ്പാണ്. പക്ഷേ കൈവരിയില്ല. കയറി വരുന്നവർ സ്വന്തം റിസ്ക് കയറി വന്നോണം എന്നുള്ളതാണ്. മുകളിലേക്ക് വന്നു. ഇവിടെയും അതേ അവസ്ഥ തന്നെയാണ്. ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് ഉള്ളത്. മറ്റ് സജ്ജീകരണങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ സജ്ജീകരണം ഒന്നും ഇല്ലെങ്കിലും ബോർഡുണ്ട്. കായിക വകുപ്പ് ആസൂത്രണ ഗവേഷണ വിഭാഗം. ഈ വിഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിലൊരു വിഭാഗം തന്നെ നടത്തി വരുന്നത്. പക്ഷേ എന്തായാലും ബോർഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ മറ്റ് സജ്ജീകരണങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൈപ്പും മറ്റ് സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ കറണ്ടില്ല, ഫാനില്ല, ലൈറ്റില്ല, പെയിൻ്റ് ഇല്ല, ഒന്നുമില്ല. ഇനി അടുത്ത ഒരു നിലയും കൂടെ തീരാനുണ്ട്. അപ്പോഴാണ് 1ാം ഘട്ടം തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് ഒരു വെള്ള തുണിയിട്ട് ഇവിടെ മറച്ചിട്ടുണ്ട്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒന്നുമില്ല, മറ്റ് പണിയൊന്നും ആരംഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു വെള്ള തുണിയിട്ട് മറച്ചിരിക്കുകയാണ്. അവിടെയും പ്രവർത്തനങ്ങളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ഇത് 3 നില പണിത് തീർന്നാൽ മാത്രമേ പൂർണ്ണമായി 1ാം ഘട്ടമായി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളാണ് ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നത്. കാരണം സർക്കാരിൻ്റെ കാലാവധി തീരുന്നതിന് മുൻപ് ഇത്തരത്തിൽ പേരിനൊരു ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു വയ്ക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതൊക്കെ എന്നുള്ള വിമർശനമൊക്കെയാണ് എന്തായാലും ഉയർന്നു വരുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തീർച്ചയായിട്ടും മന്ത്രിയോട് തന്നെ നമുക്ക് ഇക്കാര്യം ചോദിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ഇങ്ങനെ നടത്തുന്നത് എന്നുള്ളത് ഇനി മന്ത്രി തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പണിത അധികാരികളോട് മറ്റാളുകളോടൊക്കെ ചോദിക്കുമ്പോൾ പണിയൊക്കെ ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ പണിതിട്ടുണ്ട്. മറ്റ് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് എന്നാണ് അവരെന്തായാലും പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പിന് എന്താണ് പറയാനുള്ളതെന്നാണ് നമുക്കിനി അറിയാനുള്ളത്.